നാട്ടിലൊക്കെ പോയി വന്ന് ഇതേ പണിക്ക് പോകാൻ തുടങ്ങി. ഇത്രയും നാളത്തെ പോലെയല്ല കേട്ടോ, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പണി കിട്ടി. ഇത്രയും നാളും ഞാൻ എങ്ങനെയായിരുന്നു, എല്ലാ ദിവസവും പണിക്ക് പോവും, തിരിച്ചു വരും, വീഡിയോ എഡിറ്റ് ചെയ്യും, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ശരിക്കുള്ളൊരു അബ്രോഡ് സ്റ്റുഡൻ്റ് ആയത്. എല്ലാ ദിവസവും ക്ലാസ്സാണ്, ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്. പണിക്ക് പോകാൻ പറ്റണ്ടേ, 2 ദിവസം പണിക്കാൻ പറ്റുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്നുണ്ട് നാളെ ഉണ്ട്. എൻ്റെ ഷെഡ്യൂളിൽ എനിക്ക് 4 ദിവസം പണി ഉണ്ടായിരുന്നു. 2 ദിവസം ഞാൻ വേറൊരാൾക്ക് പണി കൊടുക്കണ്ട വന്ന്. അവസ്ഥയാണ് ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു അബ്രോഡ് സ്റ്റുഡൻ്റ് ആയത്. 5 ദിവസം ക്ലാസ്, 2 ദിവസം പണി. ഇനിയാണ് നമ്മുടെ മുന്നിൽ ടാസ്ക്. ഫീസ്, ലോണ്, കടം, വീടിൻ്റെ റെൻറ്റ് കൊടുക്കണം. ഞാൻ കഴിഞ്ഞ മാസത്തെ റെൻറ്റും കൊടുത്തിട്ടില്ല, ഈ മാസത്തെ റെൻറ്റ് കൊടുക്കണം. പിന്നെ ഫുഡിൻ്റെ പൈസ, ഇതേ കോളേജിലെ ഇത് തന്നെ, കോളേജിലെ ഫീസ് വന്നുണ്ട്. കോളേജിലെ ഫീസ്, വീട്ടിൽ പൈസ അയച്ചു കൊടുക്കണം. ടാസ്ക്കാണ്. അങ്ങനെ 2 ദിവസം പണി. വോൾട്ട് ഓടി തുടങ്ങണം. വോൾട്ട് തന്നെ ഇനി ശരണുള്ളൂ. ഡെലിവറി ഓടി തുടങ്ങണം. പെട്ട് ഗൈസ്. ഇനി നമുക്ക് കാണാമല്ലോ. ഈ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് എല്ലാ പിള്ളേരും പഠിത്തം നിർത്തുന്നത്. ഇവിടെ വന്ന സ്റ്റുഡൻസ് എല്ലാവരും വർക്ക് ഹൗസിലോട്ടാവാനുള്ള മെയിൻ കാരണം ഈ ഒറ്റ റീസൺ കാരണമാണ്. പക്ഷെ നമ്മൾ പിടിച്ചിരിക്കും ഗൈസ്. നമുക്ക് കാട്ടി കൊടുക്കണം. പഠിത്തവും പണിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണത് എങ്ങനെയാണെന്ന് കാട്ടി കൊടുക്കണം ഗൈസ്.